ഹലോ ഗൈസ്, വെൽക്കം ടു യോലോ. പൊതുവെയുള്ള ഡേ ഇൻ മൈ ലൈഫിൽ ഒരു വ്യത്യാസമുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു സിക്ക് ഡേ ആണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന ആളാണ്. ഈ 2025 ഇപ്പോൾ ഫെബ്രുവരി ആയപ്പോഴേക്കും എനിക്കൊരു 3 തവണ നല്ല അത്യുഗ്രൻ പനി വന്നു പോയി. 2-3 ദിവസം ഗുളിക എടുത്താൽ മാറും കേട്ടോ. പക്ഷേ ഇത് ഇച്ചിരി കരപ്പനായിരുന്നു. ഒരു 3 ആഴ്ച എന്നെ വലിപ്പിച്ചു. അതിൻ്റെ കൂടെ ഇപ്പോഴും റെഡി ആയിട്ടില്ല. എന്നെ സംസാരിക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടാൽ അറിയാം. കുറച്ചധികം നേരം സംസാരിച്ചാൽ പിന്നെ കാറ്റാം. ഞാൻ പൊതുവേ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. എവിടെ നിൽക്കുകയാണെങ്കിലും അവിടെ നല്ല എനർജറ്റിക്കായി തുള്ളി ചാടി നിൽക്കുന്ന കാറ്റഗറിയുള്ള ആളാണ്. അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവും. ഞാൻ തീരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അസുഖമുള്ള ദിവസം കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണിത്, ഡൈനിങ് ടേബിളിലിരുന്ന് കാപ്പി കുടിക്കുക. ഞാൻ പൊതുവേ കാപ്പി കുടിക്കുക ഒന്നെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ സോഫയിൽ തിരിഞ്ഞും വളഞ്ഞും ഒടിഞ്ഞാണ്. ഈ ടേബിളിൽ ഇങ്ങനെ നല്ല മുളയെ അടങ്ങിയിരുന്ന് കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ കൊള്ളാം. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനും തോന്നുന്ന ഒരു പ്രത്യേക സമയമാണിത്. രണ്ടാമത്തെ കാര്യം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. പക്ഷെ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം പത്രം വായിക്കുന്ന ആളാണ്. നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന സമയങ്ങളിൽ എന്തായാലും വായിക്കലുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഈ പരിപാടി തീരെയില്ല. അപ്പോൾ പനി വരുന്ന സമയങ്ങളിൽ ഫോൺ നോക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ. ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കും. ഞാൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കുന്നത് ഈ പനി സമയത്താണ്. പിന്നെയാണ് ടി വി. എൻ്റെ വീട്ടിൽ ടി വി കാണാത്ത ഒരാൾ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം. അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടനും ഏടത്തെയും കണ്ടാലും ഞാൻ കാണില്ല. എനിക്ക് എന്തും ഫോണിൽ കാണാനാണ് ഇഷ്ടം. പക്ഷേ ഈ സമയത്ത് ഞാനിരുന്ന് ഒരു സിനിമ കംപ്ലീറ്റ് കണ്ടു. ഈ സിനിമയുടെ പേര് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ക്രൈം മൂവിയാണ്. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വീട്ടിലോട്ടൊക്കെ വന്നിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചു. പിന്നെ അമ്മ ഉണ്ടായിരുന്നു. അമ്മൂനറിയാലോ. അമ്മയായിട്ടും കുറച്ച് നേരം കത്തിയടിച്ച്. പിന്നെയാണ് 2025 ജീവിതം കുറച്ച് റെസ്പോൺസിബിൾ ആക്കുന്നതിൻ്റെ ഭാഗമായ ഒരു ബുക്കൊക്കെ വരുത്തിയിരുന്നു. ഈ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല. ഈ ഒരു ദിവസത്തെ 2 ദിവസം ഞാൻ ഈ ബുക്കൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രഹസനമായി തോന്നുമെങ്കിലും സത്യസന്ധമായി പറയുന്നേ വരെ ഒരു ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നിരുന്ന് വായിച്ചു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ ഇരിപ്പിരുന്നാൽ റെഡിയാവില്ല. കാരണം പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് അടിപൊളിയാക്കണമെന്ന്. അപ്പോൾ എന്നെ ഹാപ്പി ആക്കാൻ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്കിൻ കെയർ ചെയ്യുക. സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അതിനൊരു 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ മുഖത്തൊരു പാക്ക് ഇടുന്നത്. അല്ലെങ്കിൽ ഡെയിലി പാക്ക് ഇടുന്ന ആളാണ്. പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉഗ്രനായി ഫുഡ് കഴിച്ചു. ടേസ്റ്റ് പോയിട്ട് വെറും കഞ്ഞി മാത്രം കുടിച്ചിരുന്ന ഞാൻ ഇപ്രാവശ്യം ഇത്ര ചോറൊക്കെ വിളമ്പില്ല. ചോറും മത്തൻകറിയും പിന്നെ ചമ്മന്തിയും മുട്ടയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായി. ഇപ്പോഴേക്ക് എൻ്റെ ഉള്ള കാറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഒന്നിനും നിന്നില്ല, നേരെ പോയി കിടന്നങ്ങ് ഉറങ്ങി എണീച്ചപ്പോഴേക്ക് എൻ്റെ അസുഖം 100 ഇരട്ടിയായിരിക്കുന്നു. അങ്ങനെ ഞാൻ ആവി പിടിച്ചു. ആവി പിടിക്കുന്നതിൻ്റെ കൂടെ തന്നെ തൊണ്ടയിൽ ഉപ്പുവെള്ളം ഇട്ട് ഗിളുകളാക്കുന്നുണ്ട്. പിന്നെ രാത്രി ആയപ്പോഴേക്ക് വയ്യായ്ക കൂടി. കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചു, കുറേ മരുന്ന് കുടിച്ചു. അങ്ങനെ മരുന്നിൻ്റെയും കൂടെ എടുത്തപ്പോൾ ഈ പരിപാടി അങ്ങ് തീർത്തു. ഈ പനിയുടെ ഇടയിൽ ഈ വീഡിയോ എടുത്ത് എനിക്ക് നിങ്ങൾ തരണം ഒരു സബ്സ്ക്രിപ്ഷൻ.